إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹുവിനെ അനുസരിച്ച് റബ്ബിന്റെ ഇഷ്ടവും തൃപ്തിയും കരസ്ഥമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളാൽ ദുരന്തങ്ങളുടെ ചില വാർത്തകൾ നമ്മൾ കേൾക്കുകയും ഒരു രാത്രി കൊണ്ടൊരു നാട് തന്നെയും നശിക്കുന്ന, അവിടെ 400-ലധികം ആളുകൾ മരിച്ചു പോകുന്ന വാർത്തകൾ കേട്ടവരാണ്. നിരന്തരം മരണമെന്ന വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് നമ്മുടെ മരണം നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തിരിക്കുന്നു എന്നാണ്. ആ രൂപത്തിൽ മരണം നമ്മോട് അടുത്തിരിക്കുകയാണ്. ഏതവസ്ഥയിൽ മരിച്ചാലും നാം ചിന്തിക്കേണ്ടത് എന്റെ റബ്ബിന്റെ തൃപ്തിയോടുകൂടിയാണോ ഞാൻ മരിച്ചത് എന്നതാണ്. ഞാൻ ഇന്നു മരിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ജുമഅ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇന്നു രാത്രി കിടന്നുറങ്ങുമ്പോൾ, അല്ലെങ്കിൽ എന്റെ മരണം എന്നെ മാടി വിളിക്കുന്ന സമയത്ത് എന്റെ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ടാണോ ഞാൻ മരിക്കുന്നത് എന്ന ഒരു ആത്മവിചിന്തനം നടത്തേണ്ട സമയമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അള്ളാഹുവിന്റെ തൃപ്തിയാണ് എല്ലാത്തിനേക്കാളും വലുത്. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വർഗം ലഭിക്കുന്നതിനേക്കാൾ വലുത് അള്ളാഹുവിന്റെ തൃപ്തി നേടലാണ്. ഞാനത് വെറുതെ പറഞ്ഞതല്ല. വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഒരു സ്വർഗം, ഒരു വ്യക്തിക്ക് സ്വർഗം കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് അത് അള്ളാഹുവിന്റെ തൃപ്തി നേടലാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളെയും അതുപോലെ തന്നെ മുഅ്മിനാത്തുകൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താണ് വാഗ്ദാനം? ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആ സ്വർഗത്തോപ്പ് നൽകാമെന്നും, ഖാലിദീന ഫീഹ, നിത്യവാസികളായിക്കൊണ്ട് അതിൽ നിങ്ങൾക്ക് താമസിക്കാമെന്നും. തീർന്നില്ല, ഓ മസാകിന ത്വയ്യിബ, ഈ ദുനിയാവിൽ ഒരു പക്ഷേ വീടുണ്ടായിക്കൊള്ളണമെന്നില്ല, ഒരുപക്ഷെ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീടായിരിക്കാം,
എന്നാൽ നാളെ സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്നത് ത്വയ്യിബായ വീടാണ്, താമസ സ്ഥലമാണ്. തീർന്നില്ല, ഫീ ജന്നാത്തിൻ അദിൻ, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ് അത് കിട്ടാനിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാണ്, വറിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്. സ്വർഗം പറഞ്ഞു, സ്വർഗത്തിലെ ത്വയ്യിബായ വാസസ്ഥലം പറഞ്ഞു, അവിടെ എന്നെന്നും നിത്യവാസികളായിരിക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സൂചിപ്പിക്കുകയാണ്, വറിദ്വാനും മിനല്ലാഹി അക്ബർ, ഈ പറഞ്ഞതിനേക്കാളും എല്ലാം ശ്രേഷ്ഠമായത്, ഏറ്റവും മുന്തിയത് അത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുക എന്നതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അജണ്ടയാക്കി മാറ്റേണ്ടത്. ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് ദാലിക ഹുവൽ ഫൗസുൽ അദീം, ആ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കലാണ് ഏറ്റവും വലിയ വിജയമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. ഈ ദുനിയാവിൽ വിജയവും പരാജയവും മാറി മാറി വരാം. കച്ചവട രംഗത്ത് വിജയിക്കുന്നവർ, അല്ലെങ്കിൽ പഠന രംഗത്ത് വിജയിക്കുന്നവർ, തോക്കുന്നവർ, അതൊക്കെയും മാറി മാറി വന്നേക്കാം. ഇന്ന് വിജയിക്കുന്നവർ ഒരുപക്ഷെ നാളെ പരാജയപ്പെടും, നാളെ വിജയിക്കുന്നവർ ഒരുപക്ഷെ മറ്റന്നാൾ പരാജയപ്പെട്ടേക്കാം. എന്നാൽ ഏറ്റവും വലിയ വിജയവും ഇനിയൊരു പരാജയവും ഇല്ലാത്തത് നാളെ പരലോകത്താണ്. റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കിയവർക്ക് പിന്നെ ഒരു പരാജയവും, മറ്റൊരു ദിവസം പരാജയം സംഭവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇനി തിരുവചനം എടുത്തു നോക്കിയാണെങ്കിൽ ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകാൻ, സ്വർഗ്ഗനിവാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയും, യാ അഹ്ലൽ ജന്ന, ഓ സ്വർഗ്ഗനിവാസികളെ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല വിളിക്കുന്ന സമയത്ത് സ്വർഗ്ഗനിവാസികൾ ഒന്നടങ്കം പറയും, ലബ്ബൈക അല്ലാഹുമ്മ സഅദൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം ചെയ്തിരിക്കുന്നു. വൽ ഖൈറു ഫീ യദൈക, അല്ലാഹുവേ എല്ലാ ഖൈറും നിന്റെ കൈകളിലാണ്, നിന്റെ കൈകളിലാണ് എല്ലാ ഖൈറുകളും എന്ന് പറഞ്ഞ് എല്ലാം റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഹൽ റളീതും, നിങ്ങൾ തൃപ്തി അടഞ്ഞുവോ? സ്വർഗനിവാസികൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് സ്വർഗത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ മുൽക്കൻ കബീറ എന്ന് പറഞ്ഞ ആ സ്വർഗത്തിനെ ഒന്ന് കണ്ണടച്ചിട്ട് രണ്ടാമത് നോക്കുമ്പോഴേക്ക് അതൊരു മറ്റൊരു സാമ്രാജ്യമായി മാറിയ ആ ഒരു സ്വർഗം, അത്രയും അനുഗ്രഹപൂർണമായ സ്വർഗത്തിലേക്ക് കയറി അതിന്റെ ആസ്വാദനങ്ങളെല്ലാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ റളീതും, നിങ്ങൾ തൃപ്തിയടഞ്ഞോ, നിങ്ങൾ തൃപ്തിയായോ എന്ന് ചോദിക്കുമ്പോ വിശ്വാസികൾ പറയും, മാലന ലാ നർള ഖദ് അഅതൈതന മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക, അല്ലാഹുവേ നിന്റെ മറ്റു സൃഷ്ടികൾക്ക് നൽകാത്ത, നരകവാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇതര ജന്തുജാലങ്ങൾക്കൊന്നും നൽകാത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ ഞങ്ങൾക്ക് നൽകിയത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് നീ ഞങ്ങളെ കരകയറ്റി, ഈ ആസ്വാദനങ്ങൾ ആസ്വദിക്കാനുള്ള അവസരം നൽകി, നീ ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിച്ചു, നമുക്ക് പ്രതിഫലമായി കൊണ്ട് ധാരാളം ഈ ഒരു സ്വർഗലോകത്ത് നൽകി. ഇനി എന്താണ് നമ്മൾ തൃപ്തി അടയാതിരിക്കാൻ കാരണം? നമ്മൾ പൂർണ്ണ തൃപ്തരാണ് എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ തിരിച്ചു പറയും, അലാ, നിങ്ങൾ അറിയണം, ഉഅതീകും അഫ്ളല മിൻ ദാലിക്, നിങ്ങൾക്ക് ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് തരാനിരിക്കുകയാണ്. ഇതിനേക്കാൾ, ആ സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമായത് നിങ്ങൾക്ക് നൽകുകയാണ് എന്ന് പറയുമ്പോ സ്വർഗനിവാസികൾ ചോദിക്കും, യാ റബ്ബി വ അയ്യ ഷൈഇൻ അഫ്ളല മിൻ ദാലിക്, അല്ലാഹുവേ ഇതിനേക്കാൾ ശ്രേഷ്ഠമായതോ, അതെന്താണ്? ഈ സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമായത് ഇനി എന്താണ് കിട്ടാനിരിക്കുന്നത് എന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല പറയും, ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു ബഅദ ദാലിക് അബദാ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നതാണ്, ഇന്നേ ദിവസം ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായി എന്റെ തൃപ്തി ഞാൻ നൽകിയിരിക്കുന്നു, ഇനി നിങ്ങളോട് കോപിക്കുകയില്ല. അപ്പോ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് റബ്ബിന്റെ തൃപ്തിയാണ് സ്വർഗത്തെക്കാൾ വലുത് എന്ന് പറയുമ്പോൾ ഈ ദുനിയാവിലെ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കണം. റബ്ബിന്റെ തൃപ്തി ഈ ദുനിയാവിൽ വച്ച് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നത്. മുൻഗാമികളായ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഒക്കെയും നമുക്ക് കാണിച്ചു തന്ന മാതൃക റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കുക എന്നതായിരുന്നു. അതിനവർ ധൃതിപ്പെടുമായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിളി, തൗറാത്ത് വാങ്ങാനുള്ള വിളി, ആ തൗറാത്ത് വാങ്ങാൻ തന്റെ സമുദായവുമായി പോകുമ്പോ
മൂസാ നബി അലൈഹി സ്വലാം ആദ്യം ഓടിയെത്തുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, വമാ അജലക അൻ ഖൗമിക യാ മൂസ. മൂസ, നിന്റെ സമുദായത്തെ മറികടന്നുകൊണ്ട് ധൃതിപ്പെട്ട് നീ ഇവിടെ എത്താനുള്ള കാരണം എന്താണ്? മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹുവിന്റെ ചോദ്യമാണ്. മൂസാ നബി അലൈഹി സ്വലാം എന്താണ് മറുപടി പറഞ്ഞതെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ കാണാം, വഅജൽതു ഇലൈക റബ്ബി ലിതർദാ. അല്ലാഹുവേ, നിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്റെ സമുദായത്തെ ഞാൻ മുൻകടന്നുകൊണ്ട് ധൃതിപ്പെട്ട് നിന്റെ തൃപ്തി നേടാൻ ഞാൻ ആദ്യം എത്തിയത്. നിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് റബ്ബേ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാം നമുക്ക് കൃത്യമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ, റബ്ബിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് റബ്ബിന്റെ തൃപ്തി നേടാൻ വേണ്ടി, അതിൽ ധൃതിപ്പെടാൻ വേണ്ടി മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല, സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സുലൈമാൻ അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഒരു പ്രാർത്ഥനയിൽ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. അതിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുവേ, നിനക്ക് ശുക്ർ ചെയ്യാനുള്ള, നീ തന്ന നിഅമത്തിന് ശുക്ർ ചെയ്യുവാനും അതുപോലെ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ നൽകിയ ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ നീ ഉദവി നൽകണം. ശേഷം പറഞ്ഞത് വഅൻ അഅമല സാലിഹൻ തർളാഹു. അല്ലാഹുവേ, നീ തൃപ്തിയടയുന്ന അമലുകൾ ചെയ്യാനുള്ള ഉദവിയും നീ ഏകണമേ എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങൾ റബ്ബിന്റെ തൃപ്തിയുള്ളതാകണം. നമ്മുടെ സംസാരങ്ങൾ റബ്ബിന്റെ തൃപ്തിയുള്ളതാകണം. നമ്മുടെ നോട്ടവും നമ്മുടെ ഇടപാടുകളും നമ്മുടെ എല്ലാം, നമ്മുടെ കുടുംബ ജീവിതം പോലും റബ്ബിന്റെ തൃപ്തിയുള്ളതായി മാറണം എന്നതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തന്റെ ആൺമക്കളൊക്കെയും മരിക്കുന്ന സമയം അങ്ങേയറ്റം വേദനയുണ്ടായി. ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ മരിച്ച സമയത്ത് അങ്ങേയറ്റം വേദനയാൽ കണ്ണുകൾ നിറഞ്ഞു, മനസ്സ് സങ്കടത്തിൽ കുതിർന്നു. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കാണ്, റസൂലെ, നിങ്ങൾ കരയുകയാണോ? നിങ്ങൾ സങ്കടപ്പെടുകയാണോ? ഈ ചോദ്യം കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു, തദ്മഉൽ ഐൻ വയഹ്സനുൽ ഖൽബ്. കണ്ണുകൾ നിറയും, ഹൃദയം വേദനിക്കും. ഇത്തരം വേദന സമയത്ത്, ഇത്തരം അവസ്ഥയിൽ കണ്ണുകൾ നിറഞ്ഞു പോകും. അതൊരു മനുഷ്യ സഹജമാണ്. പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബനാ, നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടാത്ത ഒരു വാക്ക് പോലും നമ്മുടെ നാവിൽ നിന്ന് വരികയില്ല. അപ്പോ നമ്മുടെ നാവിൽ നിന്ന് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ചില ആളുകൾ അള്ളാഹുവിനെ പഴിചാരുന്നവരുണ്ട്. എന്തിനാണ് എന്റെ റബ്ബ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നോമ്പ് നോക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തേ എന്റെ റബ്ബ് എന്നെ ഇങ്ങനെ നിരന്തരം പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ പഴിചാരുന്ന ആളുകളെ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പ്രവാചകന്റെ മാതൃക, തന്റെ മകൻ അവിടെ അധിക കാലമൊന്നും എത്താത്ത ചെറുപ്രായത്തിൽ തന്നെ, പിഞ്ചു കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ മരിച്ചു വീണപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് നമുക്ക് മാതൃകയാണ്. ആ പ്രവാചകൻ പറഞ്ഞത്, വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബന, നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടാത്ത ഒരു വാക്ക് പോലും നമ്മൾ ഉച്ചരിക്കുകയില്ല എന്ന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നത് അതിപ്രധാനമാണ്. നമുക്ക് മറ്റേത് കാര്യങ്ങൾ നേടുന്നതിനേക്കാളും അതിപ്രധാനമെന്നുള്ളത് റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അതിൽ ചില കാര്യങ്ങൾ, റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഉതകുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത് റബ്ബിന്റെ തൃപ്തി നേടാനുള്ള വഴികൾ തേടുക എന്നത് തന്നെയാണ്. ആത്മാർത്ഥമായി അതിന്റെ വഴികൾ തേടണം. നമ്മളിപ്പോ ഷുഗർ രോഗിയാണെങ്കിൽ ആ രോഗം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഇൻസുലിൻ എടുക്കുന്ന ആളുകളുണ്ട്, അതിന്റെ മാർഗമാണത്. അല്ലെങ്കിൽ അരി ആഹാരങ്ങൾ ഒഴിവാക്കുന്ന ആളുകളുണ്ട്, അതിന്റെ മാർഗമാണ് ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ രോഗം മൂർച്ഛിക്കാതിരിക്കാൻ അതിന്റെ മാർഗങ്ങൾ തേടുന്നത് പോലെ പഠനമാണെങ്കിൽ പഠിക്കാനുള്ള ക്യാമ്പസുകൾ തിരക്കുന്നു, അതിനുള്ള ഫീസുകൾ അടയ്ക്കുന്നു, ഹോസ്റ്റൽ സംവിധാനങ്ങൾ തേടുന്നു. ഇങ്ങനെ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള വഴികൾ തേടുക എന്നത് തന്നെയാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഏതൊക്കെ മാർഗം നമുക്ക് തേടാൻ പറ്റോ ആ മാർഗങ്ങൾ മുഴുവൻ അന്വേഷിച്ച് കണ്ടെത്തി റബ്ബിന്റെ മാർഗം, റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. മുനാഫിക്കുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്,
റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാനല്ല, ചില ആളുകളുടെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. വിശുദ്ധ ഖുർആനിൽ കാണാം, യഖ്ലിഫൂന ബില്ലാഹി ലക്കും ലിയർദൂകും. നിങ്ങൾ തൃപ്തിപ്പെടാൻ വേണ്ടി, വിശ്വാസികൾ തൃപ്തിപ്പെടാൻ വേണ്ടി അള്ളാഹുവിനെ കൊണ്ട് ചില കള്ളസത്യങ്ങൾ അവരിടുന്നുണ്ട്. പക്ഷെ വല്ലാഹു വറസൂലുഹു അഹഖു അൻ യർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. അവർ മുഅ്മിനീങ്ങളായിരുന്നുവെങ്കിൽ അള്ളാഹുവാണ് അവരെ തൃപ്തിപ്പെടാനും റസൂലാണ് അവരെ തൃപ്തിപ്പെടാനും ഏറ്റവും അഹക്കായിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, ആരെങ്കിലും കാണാനോ കേൾക്കാനോ അറിയാനോ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളല്ല നമുക്ക് വേണ്ടത്. മറിച്ച് നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഇടപാടുകളുമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തത് നിഷ്കളങ്കമായ പ്രവർത്തനമാണ്. ഏതും ദുന്യവിയായ വിഷയങ്ങളാകട്ടെ ഉഖ്റവിയായ വിഷയങ്ങളാകട്ടെ എന്തും ഇഖ്ലാസോടുകൂടിയായിരിക്കണം. പൂർണ്ണമായ ഇഖ്ലാസ് നമുക്കുണ്ടാകണം. നിഷ്കളങ്കമായ ഇഖ്ലാസ് മാത്രമേ റബ്ബിന്റെ തൃപ്തി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏത് പ്രവർത്തനത്തിലും, നിസ്കാരത്തിലാകട്ടെ, നോമ്പിലാകട്ടെ, സ്വതക്കയിലാകട്ടെ, ഏത് പ്രവർത്തനത്തിലും, ഇനി കച്ചവട മേഖലകളിൽ പോലും നിഷ്കളങ്കമായ ഇടപാടുകൾ ഉണ്ട് എങ്കിൽ റബ്ബിന്റെ തൃപ്തി നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് നേടിയെടുക്കാനും സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. ഇബ്തിഗാ അമർദാത്തില്ല. ഏത് വിഷയവും, ഇബാദത്തിന്റെ വിഷയത്തിലാകട്ടെ, റബ്ബിന്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്. മാത്രമല്ല മറ്റൊരായത്തിൽ കാണാം, ഉന്നതനായ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഈ ആയത്ത് ഇറങ്ങുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ ഇസ്ലാമിനു വേണ്ടി ചിലവഴിച്ചു. ദരിദ്രരായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ യാസിർ കുടുംബത്തിന് വേണ്ടിയും അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സമ്പത്ത് ചിലവഴിച്ചപ്പോ അബൂ ഖുഹാഫ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഉപ്പ വന്നിട്ട് പറയാണ്, എന്തിനാണ് അബൂബക്കർ ഈ പൈസ ഇങ്ങനെ ചിലവഴിക്കുന്നത്? ഒന്നിനും കഴിയാത്ത ദുർബലരായ ഈ ബിലാലിനും യാസറിനും വേണ്ടി എന്തിനാണ് നീ ഈ സമ്പത്ത് ചിലവഴിക്കുന്നത്? ഈ സമ്പത്ത് കൊണ്ട് ഖുറൈശികളുടെ നേതാക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഇതൊക്കെയും എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെടുത്തപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്തിറങ്ങുന്നത്. ഉന്നതനായ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ സമ്പത്ത് ചിലവഴിക്കുന്നത്. പിന്നീട് അവരെ അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്യും. നമ്മൾ കണ്ടതല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു, ഇന്ന് നമ്മൾ സ്മരിക്കുന്ന അള്ളാഹു തൃപ്തിപ്പെട്ടു, അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെട്ടു എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ വരെ സർട്ടിഫിക്കറ്റ് നൽകുമാറ് അവരൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിയടയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതെല്ലാം റബ്ബിന്റെ തൃപ്തി നേടാൻ നിഷ്കളങ്കമായ പ്രവർത്തനമുണ്ട് എങ്കിൽ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടും എന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. മാത്രമല്ല, ഇനി മൂന്നാമത്തത് സത്യസന്ധമായിരിക്കണം. എല്ലാം ഇഖ്ലാസ് ഉണ്ടാകണം, സത്യസന്ധതയുണ്ടാകണം. മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, വിശ്വാസ കാര്യങ്ങളിൽ പോലും നിഷ്കളങ്കമായ, കപടതയില്ലാത്ത, പൂർണ്ണമായി വിശ്വാസയോഗ്യമായ രൂപത്തിൽ നമ്മൾ വിശ്വാസത്തെ നെഞ്ചിലേറ്റണം. നമ്മുടെ പ്രവർത്തനങ്ങൾ നെഞ്ചിലേറ്റണം. കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്നവരാ ഉണ്ടോ? കച്ചവടത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കച്ചവടത്തിൽ പോലും കപടതയില്ലാത്ത സത്യസന്ധമായ കച്ചവടമുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ കാണാം, ഖാല അല്ലാഹു ഹാദാ യൗമു യൻഫഉ സാദിഖീന സിദ്ഖുഹും. സത്യസന്ധന്മാരായി ഈ ദുനിയാവിൽ കഴിഞ്ഞ ആളുകളുടെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ദിവസമാണ് നാളെ പരലോകം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നിട്ട് ആയത്തിന്റെ ബാക്കിയായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത്, ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ അവർക്കുണ്ട്. ഖാലിദീന ഫീഹ, ആർക്കാണ്? സത്യസന്ധമായി പ്രവർത്തിച്ചവർക്ക്, സത്യസന്ധമായി ദീൻ ഉൾക്കൊണ്ടവർക്ക്, സത്യസന്ധമായി ഇബാദത്തുകൾ അനുഷ്ഠിച്ചവർക്ക്, സത്യസന്ധമായി കച്ചവട മേഖലകളിൽ ഇടപെട്ടവർക്ക്, സത്യസന്ധമായി കുടുംബജീവിതം നയിച്ചവർക്ക്, വഞ്ചിക്കാത്ത, പറ്റിക്കാത്ത, ആ രൂപത്തിൽ ഒരു നിലക്കും മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രൂപത്തിൽ സത്യസന്ധമായി ജീവിച്ചവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഓഫറാണ് ഖാലിദീന ഫീഹ, ആ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കുമെന്നാണ്. മാത്രല്ല, ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞ വാചകം അതിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാഹു തൃപ്തിപ്പെട്ടവരാണവർ, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരുമാണവർ. അള്ളാഹ്ക്ക് വേണ്ടി ചതിയും വഞ്ചനയും ഒഴിവാക്കിയവരാണ്. ചതിച്ചും വഞ്ചിച്ചും ജീവിച്ചാൽ ദുനിയാവിൽ ഒരുപക്ഷെ കുറെ സമ്പത്ത് നേടിയേക്കാം,
പക്ഷേ റബ്ബിന്റെ തൃപ്തി നേടാൻ സാധിക്കുകയില്ല. ഭാര്യയെ പറ്റിച്ചും ഭർത്താവിനെ പറ്റിച്ചും ഒക്കെ ജീവിക്കാൻ സാധിക്കും, പക്ഷെ റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കുകയില്ല. റബ്ബിന്റെ തൃപ്തി വേണോ? സത്യസന്ധമായ ജീവിതമായിരിക്കണം, കച്ചവട ഇടപാടുകളായിരിക്കണം, വിശ്വാസമായിരിക്കണം. ആ രൂപത്തിൽ സത്യസന്ധത പുലർത്തുക എന്നതാണ്. നാലാമത്തത് മനസ്സും ശരീരവും അതുപോലെ തന്നെ നമ്മുടെ നാവും നമുക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്നതായിരിക്കണം. നമ്മുടെ നാവ് റബ്ബിനെ ശുക്ർ ചെയ്യുന്നതായിരിക്കണം, നമ്മുടെ ശരീരം റബ്ബിനെ ശുക്ർ ചെയ്യുന്നതായിരിക്കണം, നമ്മുടെ മനസ്സ് റബ്ബിനെ ശുക്ർ ചെയ്യുന്ന മനസ്സായിരിക്കണം. ഇങ്ങനെ നമ്മുടെ നാവും മനസ്സും ശരീരവും റബ്ബിനെ ശുക്ർ ചെയ്യുന്നതാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വഇൻ തഷ്കുറു യർലഹു ലക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ആ നന്ദി കാണിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും എന്ന് മാത്രമല്ല, അല്ലാഹു പറഞ്ഞ മറ്റൊരു വചനം നമുക്ക് ശ്രദ്ധേയമാണ്. അല്ലാഹു പറഞ്ഞത് എന്താ? ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ, ഏത് വിഷയത്തിലാണോ നിങ്ങൾ നന്ദി കാണിച്ചത് ആ നന്ദി കാണിച്ച വിഷയത്തിൽ അത് ഒന്നുകൂടി അധികരിപ്പിച്ച് നൽകും. നമുക്ക് റിസ്ക് നൽകിയ വിഷയത്തിലാണോ നമ്മൾ നന്ദി കാണിച്ചത്, ആ വിഷയത്തിൽ അല്ലാഹു ഒന്നുകൂടി നമുക്ക് വർദ്ധിപ്പിച്ച് നൽകും. മറ്റൊരു തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ലയർദാ മിനൽ അബ്ദി അയകുലൽ അക്ലത ഫയഹ്മദഹു അലൈഹി. ഒരു മനുഷ്യൻ, അല്ലാഹു തൃപ്തിപ്പെടുന്ന ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും? അവന് ലഭിച്ച ഭക്ഷണം അത് കഴിക്കുമ്പോഴേക്ക് ആ കഴിച്ച ഭക്ഷണത്തിന്റെ, ആ കിട്ടിയ റിസ്കിന്റെ നന്ദി എന്നോണം അല്ലാഹുവിനെ ഹംദ് പറയുന്നവനാണ്. തീർന്നില്ല, വയശ്റബൽ ശർബത ഫയഹ്മദഹു അലൈഹാ. ഒരു മനുഷ്യൻ വെള്ളം കുടിക്കും, ആ വെള്ളം തന്ന അനുഗ്രഹദാതാവായ റബ്ബിനെ ഹംദ് പറയുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ ഇന്നല്ലാഹ ലയർദാ മിനൽ അബ്ദ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തീർച്ചയായും ആ മനുഷ്യനെ അല്ലാഹു തൃപ്തിപ്പെടും എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അഞ്ചാമത്തത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ, സുന്നത്ത് നിസ്കാരങ്ങളും മറ്റു ഫർളായ നിസ്കാരത്തിന്റെ വിഷയത്തിലും ശ്രദ്ധിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുമെന്നാണ്. സഹാബത്തിന്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങി, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാ അലൽ കുഫാരി റഹമാഹു ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. സുജൂദിന്റെ അടയാളം മുഖത്തുള്ള, അതായത് നാളെ പരലോകത്തെത്തുമ്പോ നമ്മുടെ മുഖങ്ങൾ പ്രകാശിക്കും സുജൂദിനാൽ, ഒരു അടയാളം ഉണ്ടാകും. അല്ലാതെ നിസ്കരിക്കുന്ന സമയത്ത് നെറ്റി ഒരല്പം സ്ട്രോങ് ആയിട്ട് തറയിൽ ഉരുതി കഴിഞ്ഞാൽ വരുന്ന ആ തഴമ്പല്ല അവിടെ ഉദ്ദേശം. മറിച്ച് നിസ്കരിച്ച, ആത്മാർത്ഥമായി നിസ്കരിച്ചതിന്റെ പേരിൽ അവരുടെ മുഖത്തൊരു അടയാളമുണ്ടാകും പരലോകത്തെത്തും. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. സഹാബത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ മുഖങ്ങൾ, സുജൂദിന്റെ അവയവങ്ങൾ അത് പ്രകാശിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥ അത് എന്തുകൊണ്ടാ? തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. അവരെ കാണാൻ സാധിക്കുന്നത് എങ്ങനെയെന്നറിയോ? റുകൂ ചെയ്തുകൊണ്ട്, സുജൂദ് ചെയ്തുകൊണ്ടായിരിക്കും. അവർ നിസ്കാരം അധികരിപ്പിച്ചവരായിരിക്കും. അതുകൊണ്ട് തന്നെ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ലും വേണം, അതുപോലെ തന്നെ റിദ്വാനും വേണം. അല്ലാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കേണ്ടതുണ്ട്, രാത്രി നിസ്കാരങ്ങൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു വീട് നൽകുമെന്ന് പറഞ്ഞ റവാത്തിബ് സുന്നത്തുകൾ, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്, ളുഹറിന് മുമ്പുള്ള 4-ഉം ശേഷമുള്ള 2-ഉം, മഗ്രിബിന് ശേഷമുള്ള 2-ഉം, ഇശാഇന് ശേഷമുള്ള 2-ഉം, ഇങ്ങനെ 12 റക്അത്ത് ഒരു ദിവസം സുന്നത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ റബ്ബിനെ തൃപ്തിയടയുന്ന ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
സഹോദരങ്ങളെ, റബ്ബിന്റെ തൃപ്തിയാണ് സ്വർഗം ലഭിക്കുന്നതിനേക്കാൾ മഹത്വമെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി കഠിന പരിശ്രമം പരിശ്രമിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അജണ്ടയായി നമ്മൾ കാണേണ്ടത്. നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പലപ്പോഴും പല കാരണങ്ങളും കണ്ടെത്തി അതിലേക്ക് പരിശ്രമിക്കാറുണ്ട്. അത് നേടിയെടുക്കാൻ കഠിന പരിശ്രമം നടത്താറുണ്ട്. ദുനിയാവിന്റെ വിഷയത്തിൽ അതാണ് എങ്കിൽ നാളെ പരലോകത്തിന്റെ വിഷയത്തിൽ അതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഗൗരവം കാണിക്കേണ്ട വിഷയമാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ആ വഴികളിൽ ഏതൊക്കെയും നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവൻ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുമാണ് ശ്രമിക്കേണ്ടത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാളുകളിൽ ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് സൂചിപ്പിക്കുന്നത്. തിരുവചനങ്ങളിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖ്തുല്ലാഹി വസഖ്തുൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തി എന്നുള്ളത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അല്ലാഹുവിന്റെ കോപം എന്നുള്ളത് മാതാപിതാക്കളുടെ കോപത്തിലാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന മക്കളുണ്ടോ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായമെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കണം, അവരെ തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അവർ വയസ്സായി കുറച്ച് കഴിയുമ്പോഴേക്ക് അവരെ പിന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ, അവരുടെ സ്വത്തും സമ്പാദ്യവും തന്റെ പോക്കറ്റിലാവുമ്പോഴേക്ക് പിന്നെ അവരെ തിരിഞ്ഞു നോക്കാത്ത, അവർക്ക് അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാത്ത, അവരെന്തെങ്കിലും പറയുമ്പോഴേക്ക് തിരിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നിലപാട് എങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തൃപ്തിയല്ല അള്ളാഹുവിന്റെ കോപമാണ് ലഭിക്കുക എന്നത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് തിരക്കുണ്ടോ, നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ ഉമ്മയും ഉപ്പയും നോക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, അവരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഉമ്മയോട് ഉപ്പയോട് ചോദിച്ചിട്ടുണ്ടോ, ഉമ്മ എന്റെ വിഷയത്തിൽ നിങ്ങൾ തൃപ്തയാണോ, ഉപ്പ എന്റെ വിഷയത്തിൽ നിങ്ങൾ തൃപ്തനാണോ എന്ന് എപ്പോഴെങ്കിലും ചോദിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ ആത്മാർത്ഥമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുനീര് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ കാരണം വീണിട്ടുണ്ട് എങ്കിൽ അത് അനുഭവിക്കാതെ ഈ ലോകത്ത് നിന്ന് പോകാൻ സാധിക്കുകയില്ല എന്നത് പല അനുഭവങ്ങൾ നമുക്ക് സാക്ഷിയാണ്. അതുകൊണ്ട് ഉമ്മയെ വേദനിപ്പിക്കാത്ത, ഉപ്പയെ വേദനിപ്പിക്കാത്ത, അവരെ സംതൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായാണോ അവരെ സഹായിക്കാൻ കഴിയുന്നത്, അങ്ങനെ സഹായിക്കണം. ശാരീരികമായി സമയം കൊടുത്തുകൊണ്ടാണ് അവരെ സഹായിക്കാൻ കഴിയുന്നതെങ്കിൽ അങ്ങനെ സഹായിക്കണം. ഇല്ല, ഒരു 5 മിനിറ്റ് അവരോട് സംസാരിച്ചിരുന്നാൽ പോലും അവർക്ക് വലിയ റാഹത്താണ്. അവരുടെ മനസ്സിലെ കെട്ടിറങ്ങും, പ്രയാസങ്ങൾ മാറിക്കിട്ടും. അവർ 5 മിനിറ്റ് എല്ലാ ദിവസവും സംസാരിച്ചിരിക്കാനുള്ള ഒരു മനോഗതിയെങ്കിലും നമ്മൾ കണ്ടെത്തണം. വാർദ്ധക്യത്തിലെത്തിയ ഉമ്മയും ഉപ്പയും നമ്മുടെ വിജയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യുദ്ധത്തിലേക്ക് പോകുന്ന സ്വഹാബികളെ പോലും തടഞ്ഞ് നിന്റെ ഉമ്മയും ഉപ്പയും നീ പരിചരിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ എത്ര കണ്ട് ഗൗരവവും അതിന്റെ ശ്രേഷ്ഠതയുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കഴിയുന്ന രൂപത്തിൽ നമ്മുടെ വിജയം അതാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും നമ്മൾ അവരെ പരിചരിക്കേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഉമ്മയും ഉപ്പയും ഒഴിവാക്കുന്ന, സ്വത്തിന്റെ വിഷയത്തിൽ തല്ലിക്കൊല്ലുന്ന, ഈ അടുത്ത ദിവസങ്ങളിൽ പോലും അടിച്ചു കൊല്ലുന്ന, ഹാമർ കൊണ്ട് തലക്കടിച്ചു കൊല്ലുന്ന വീഡിയോകൾ വരെയാണ് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉമ്മ എന്നത് ഉപ്പ എന്നത് നമ്മുടെ വിജയമാണ് എന്ന് മനസ്സിലാക്കി ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനും ഏറ്റവും മാന്യമായി അവരോട് പെരുമാറുവാനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വലാ തഖുൽ ലഹുമാ ഉഫിൻ, അവർ ഛേ എന്ന വാക്ക് പോലും പറയരുത് എന്നാണ്. ഛേ എന്നത് ചീത്തയിൽ വെച്ച് ഏറ്റവും നിസാരമായതാണ്. ആ നിസാരമായ ഛേ എന്ന വാക്ക് പോലും അവരോട് പറയരുത് എന്നാണ്. വഖുല്ലഹുമാ ഖൗലൻ കരീമ, മാന്യമായ സംസാരമായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്. നിങ്ങൾ കയർത്ത് അവരോട് സംസാരിക്കരുത് എന്നുമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കുന്നത് തന്നെ തൗഹീദ് പറഞ്ഞതിന് ശേഷവുമാണ്. തൗഹീദ് എന്ന ഇരുലോക വിജയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യം പഠിപ്പിക്കുന്നതിനോട് ചേർത്തിട്ടാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ പ്രവർത്തിക്കണം. വബിൽ വാലിദൈനി ഇഹ്സാന,
ആ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. മാതാവോ പിതാവോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോലും ആ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാനും റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കുവാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകൾ സ്വാലിഹായ സൽക്കർമ്മമായി റബ്ബ് തൃപ്തിപ്പെടുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ രോഗങ്ങൾ ശിഫ നൽകി ആഫിയത്ത് നൽകി ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.